മോള് ഇവിടെ ഇരിക്കട്ടോ. അവിടെ ഇരിക്കട്ടോ. എന്താ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടത്? വലിയ പാലെടുത്തോണ്ട് വരാട്ടോ. അമ്പളി ചേച്ചി, ആദ്യം ഇവർക്ക് മരുന്ന് കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം കിട്ടിയിരുന്നത് നന്നായിരുന്നു. ഞാൻ എടുത്തിട്ട് വരാം. ഇരിക്കും മോളെ, അവിടെ ഇരിക്കേ. അമ്പിളി, ഓ ആരാ? മുത്തശ്ശനെ കാണില്ലേ? അച്ഛ, വിനയൻ ആർച്ചമോളെയും ഭദ്രമോളെയും കൊണ്ട് വന്നതാ. മക്കളെ, വിനയ എന്തു പറ്റി? എന്തിനോ വാവ കരയണേ? എന്തു പറ്റി? രണ്ടുപേർക്ക് നല്ല പനിയുണ്ട്. പനിയോ? ഞാനിവരെ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഇപ്പൊ കുറവൊന്നുമില്ല അച്ഛാ. മോളെ മുത്തശ്ശൻ ചെറിയ ചൂടുണ്ടല്ലോ. അതെ അതെ. ഡോക്ടർ എന്താ പറഞ്ഞു? വിനയ 3 നേരത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് അച്ഛാ. നാട്ടില് മുഴുവൻ ഭയങ്കര പനിയല്ലേ, അപ്പൊ നമ്മള് നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് ഒരേ വാശിയാ. അതെ അതെ, അറിയാം വിനയ. വിനയൻ ഒറ്റയ്ക്കായിരുന്നോ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്? വിനയനൊന്നും നിർത്തേ. മോള് വന്നേ, വാ വാ, ഞാൻ കൊണ്ടുപോയി കിടത്താലോ. വാ 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 വാ. അമ്പളി ചേച്ചി, ഞാനിവിടെ മുറി കിടത്തോണേ. കിടത്തിക്കോ വിനയ. ഭയങ്കര വാശി. വാ മോളെ, വാ 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 വാ. ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോ കേട്ടോ. അവിടെ കിടക്കണേ. ചേച്ചി, ഇവിടെ കിടത്തിട്ടുണ്ടേ, മരുന്ന് കൊടുത്താ മതി. വിനയ, എന്നാലും നീ ഒറ്റയ്ക്കാണോ ഇവരെ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ലതികം വന്നില്ലേ? അമ്മ വന്നാ വിജയമോന്റെ കാര്യം ആരും നോക്കച്ച. പിന്നെ വീട്ടിലെ ജോലിയെല്ലാം അമ്മ തന്നെ നോക്കണ്ടേ. അല്ല വിനയ, ഇവര് ഗുളിക കഴിക്കോ? വെള്ളത്തില് പൊടിച്ചു ചേർത്ത് കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ആവുമ്പോ അവര് കഴിച്ചോളൂ. രണ്ടുപേർക്കും ഒരു മരുന്ന് തന്നെയാണോ? അതെ. ഈ ഗുളികയുടെ ഒരു പകുതി ഒരാൾക്ക്, ഒരു ഗുളിക മുഴുവൻ പൊടിച്ചു ചേർത്താ 2 പേർക്ക് പകുതി പകുതി കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി. ചെല്ലോളെ. അവരെ ഇനി അമ്പിളി നോക്കിക്കോളും. വിനയനിരിക്കും. അച്ഛനവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്പിളി ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. അനുവിന്റെ വീട്ടിലായിരുന്നു. മഞ്ചാടിയുടെ പരീക്ഷ കഴിയുന്നതുവരെ ഇവിടെ തന്നെ കാണും. അത് നന്നായി അച്ഛൻ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ അച്ഛനൊരു സഹായത്തിന് കാണുമല്ലോ. വേറൊന്നുമല്ല അച്ഛൻ, കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ. പിന്നെ ചീരു ഇവിടെ ഇല്ലല്ലോ. മക്കൾക്ക് ചെറിയൊരു പനിയല്ലേ വിനയ, അതിപ്പോ ഈ മരുന്ന് കൊടുക്കുമ്പോ തന്നെ മാറും. മരുന്ന് കുടിക്കാം. ഇവർക്ക് മാറുമായിരിക്കും, പക്ഷെ അവിടെ വിജയമോനും കൂടി ഇല്ല അച്ഛാ. ഇവരുടെ പനി അവനെങ്ങാനും പകർന്നാലോ എന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഞാനാണെങ്കിൽ വർക്കിന്റെ ഓട്ടത്തിലുവാ. അതിൽ നിന്ന് വിട്ടു നിന്നാ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ചുരുക്കി പറഞ്ഞ ഇവർ രണ്ടുപേരും വിനയനൊരു ബാധ്യതയായല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല അമ്മ ചേച്ചി. എനിക്ക് എൻ്റെ 3 മക്കളും ഒരുപോലെ എന്ന് വെച്ച് ഇവരുടെ പനി വിജയമോന് പകർന്നോട്ടെ എനിക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. മോളെ, ഗുളിയൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഒരു ടോണിക് ഉണ്ട്, നമുക്കിത് വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ച ശേഷം കഴിക്കാം കേട്ടാ. അമ്മ ചേച്ചി, മോള് അവളെ എണീപ്പിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോകുന്ന വഴിക്ക് ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൂടി വാങ്ങിച്ചിട്ട് പോണം. മോളെ ഒന്ന് എടുക്കുവോ? അയ്യോ, ആഹാരം പുറത്തുനിന്ന് വാങ്ങുന്ന എന്തിനാ? ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ, അത് അമ്പിളി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. വിനയനെ ഇരിക്കെ, ഞാൻ ഇപ്പൊ കഴിക്കാൻ റെഡിയാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ അച്ഛാ. എന്താ വിനയ? എനിക്ക് കഴിക്കാനൊന്നും വേണമെന്നില്ല. ഞാൻ അപ്പോഴേക്കും ഒന്ന് ഷോപ്പ് വരെ പോയിട്ട് പെട്ടെന്ന് വരാം. കുട്ടികളെ കഴിക്കട്ടെ. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാ. അത്യാവശ്യമാണെങ്കിൽ നീ പോയിട്ട് വാ. അതുവരെ മക്കൾ ഇവിടെ ഇരിക്കട്ടെ.
അയ്യോ താങ്ക്സ് അച്ഛാ. ഞാൻ ഒന്ന് അമ്പിളി ചേച്ചിയോട് പറയട്ടെ. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി. ആ എന്താ വിനയ? ആ ധൃതി പിടിക്കണ്ട, ആഹാരം കുട്ടികൾക്ക് മാത്രം മതി. ഞാനൊന്ന് ഷോപ്പ് വരെ പോവാ. ഞാൻ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. ശരി.